നമസ്കാരം. ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. നിങ്ങളതൊന്ന് കേട്ടിട്ട്, ഞാനിപ്പോൾ അത് ഇവിടെ വയ്ക്കുവാണ്, നിങ്ങളതൊന്ന് കേട്ടിട്ട് ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്നൊരു തീരുമാനം പറ. ഹലോ, ഗുഡ് മോർണിംഗ് സാറേ. ഞാൻ ചോദിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. 6 വർഷം കഴിഞ്ഞു അതിങ്ങനെ ഇട്ടേക്കണം. അതിനിടയിൽ എൻ്റെ മരുമോന് സുഖമില്ലാണ്ടായി. അവനൊരു 2 വർഷത്തോളമായി മരുന്നിൽ അങ്ങനെ ഇരിക്കണം. പിന്നെ എനിക്കൊരു വയ്യാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ സ്ഥലം പോത്താനിക്കാടാണ്. പോത്താനിക്കാട് പെരയുടെ പണി അങ്ങനെ കിടക്കുകയാണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ടിൽ ഒരു വാതിൽ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പണികളും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഓരോരുത്തരും ഒരേ സാധനങ്ങൾ തന്ന് ഇറക്കി ഇട്ടിട്ടുണ്ട് എന്ന് മാത്രം, അല്ലാതെ വേറെ ഒരു ഇതും ചെയ്തിട്ടില്ല. സാറ് വീടിൻ്റെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാം. സാറ് അതിന് മറുപടി ഒന്ന് എനിക്ക് തരണം. 2 പിള്ളേരും ഉണ്ട് എൻ്റെ മോൾക്ക്. എൻ്റെ മോളും മരുന്നേലാണ്. ഫാറ്റ് ലിവറിൻ്റെ കംപ്ലൈൻ്റാണ്. മോനും അതെ, മോൾക്കും അതെ. എൻ്റെ മരുമോനാണ് ഉള്ളത്. പിന്നെ ഞാനും ഒരു സുഖമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് സാറിൻ്റെ ഒരു സഹായം തേടിയത്. ഒരു ചാനലൊന്ന് ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ വലിയ ഉപകാരം. നമുക്ക് വീടെന്നൊരു സ്വപ്നമാണല്ലോ. വീട്ടിൽ കയറി കിടക്കാൻ വളരെ ഒരു മോഹം കൊണ്ടാണ് ഞാൻ പലരുടെ അടുത്തും ഓരോ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. പക്ഷെ ഒന്നും എനിക്ക് പ്രാബല്യത്തിലേക്ക് എനിക്ക് വന്നിട്ടില്ല. ദയവുണ്ടായി ഒന്ന് സഹായിക്കണം എന്ന്. ഇതിലെ ഒരു ആളുടെ, ഒരു കുടുംബത്തിൻ്റെ ഒരു കുരുവിക്കൂട് പോലത്തെ വീട്, ഒരു 250-300 സ്ക്വയർ ഫീറ്റ് കാണും. അവരുടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി എനിക്ക് ആ ഫോട്ടോയ്ക്ക് എന്നിട്ട് അയച്ചു തന്നായിരുന്നു. ആ ഫോട്ടോയ്ക്ക് കാണുന്ന പോലെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്നൊക്കെ ആ ചേച്ചി. ഞാൻ ചില സ്പീഡാക്കി കേട്ടോ ഞാൻ ആ വീഡിയോ ഇട്ടത്. ഞാൻ ആ സൗണ്ട് പറ്റില്ല, ആ ചേച്ചിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, 3 പേർക്കും അസുഖമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് എന്നാ ചെയ്യണേ ഏറ്റെടുത്ത് അതിന് ഒരു വീഡിയോയൊക്കെ എടുത്ത് ആരോടെങ്കിലുമൊക്കെ സഹായം അഭ്യർത്ഥിക്കണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞേരെ. അതുപോലെ എന്തെങ്കിലും ആ ചേച്ചിയുടെ ചെറിയ ആ കുരുവിക്കൂട് പോലത്തെ എന്തെങ്കിലും ഒന്ന് പണിത് സഹായിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ചെറിയ സംഭാവനയെങ്കിലും ഒന്ന് സഹായം 5ഓ 10ഓ വെച്ചാണെങ്കിലും തരുമെന്നും കൂടെ നിങ്ങളൊരു കമൻ്റായിട്ടൊന്ന് എഴുതിയേരെ. അപ്പം നിങ്ങളുടെ ഒരു ഇത് വെച്ച് നമുക്കത് എടുക്കാം. ഒന്ന് പറ്റുമെങ്കിൽ സഹായിക്കാം. ഓക്കെ. ഇന്നലെ ഇട്ട വീഡിയോയിൽ ആ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അൽഫോൺസ് ചേച്ചി. ചേച്ചിയുടെ പേര് ചേച്ചി അൽഫോൺസ് ചേച്ചിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആ വീടൊന്ന് കാണാൻ വന്നാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചേച്ചി നമുക്ക് റെഡിയാക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാടാ ചേച്ചി. ഇവിടുന്ന് സ്ഥാനമൊക്കെ ഇങ്ങനെ ഈ കുറച്ച് സാധനമൊക്കെ കടം മേടിച്ചിട്ടുണ്ട്. പൈപ്പൊക്കെ എത്ര ചേച്ചി? 8,700 പൈസ കൊടുത്തിട്ടില്ല. 8,700 കൊടുത്ത് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. 2 മുറിയും അടുക്കളയും. 2 മുറിയല്ലടാ അത്, 2 മുറി അടുക്കള, ഒരു ബാത്റൂമും. അടുക്കള ഇല്ല, അടുക്കള നമ്മൾ പുറത്ത് വേറെ പണിത് കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത്. പുറത്തൊരു ഷീറ്റ് വെച്ച് എന്തെങ്കിലും ചെയ്ത് മിതമായ നിരക്കിൽ എന്തെങ്കിലും ചേച്ചി കയറി താമസിക്കാൻ ഉള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പോണത്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ, നമ്മൾ ഈ പരിപാടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ചെറിയ കുഞ്ഞു വീടാട്ടോ. കുഞ്ഞു വീടെന്ന് പറഞ്ഞാൽ 2 മുറി, ചെറിയ 2 മുറി. പിന്നെ അടുക്കളയില്ല. അടുക്കള നമ്മളത് പുറത്ത് ഷീറ്റ് പോലെ വെച്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു സെറ്റപ്പിൽ ഉള്ളതാണ്. അപ്പോൾ ചേച്ചി ഇതൊരു ബാത്റൂം, ഒരു ബാത്റൂമും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇത് ഇവരുടെ ആഗ്രഹം എന്തെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടതിൻ്റെ ബാക്കി ഭാഗം കാണിക്കാം. ചേച്ചി നമുക്ക് സെറ്റാക്കാം എങ്ങനെയെങ്കിലും. എൻ്റെ വീട് എങ്ങനെയെങ്കിലും പണിത് തരണം. അതെ, പണിത് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരോട് ചോദിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് പരമാവധി നിങ്ങൾക്കുള്ള പോലെ ആ ചേച്ചിക്ക് അവിടെ നോക്കി പറ. എനിക്ക് എല്ലാവരുടെയും സഹായത്താലാണ് എനിക്ക് ഇനി ഇതിനകത്ത് കയറി കിടക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഭർത്താവില്ല, 6 വർഷമായി, പിള്ളേരായി 6 വർഷമായി എൻ്റെ വീട് ഇങ്ങനെ കിടക്കണം. കിടക്കാനുള്ളൊരു ആവതുണ്ടാക്കി തന്നാൽ മാത്രം മതി. നമുക്ക് ചെയ്യാൻ ചേച്ചി, അതൊന്നും കുഴപ്പമില്ല. അതേ മണലൊക്കെ ഒരു ലോഡ് ഇറക്കിയിട്ടുണ്ടല്ലേ? ഒരു ലോഡ് മണലും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അവരോടും ഇവരോടൊക്കെ നമുക്ക് ചോദിച്ചിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ചെറിയ സംഭാവനയാണ് ചെയ്തിട്ട് ഈ ചേച്ചിക്ക് ഇതേ ഒരു കഥ വെച്ചിട്ടുണ്ട്. ഈ കഥ എത്ര രൂപ ചേച്ചി? 9,000 രൂപ. അത് കൊടുത്തു. 9,000 രൂപ കൊടുത്ത് ചേച്ചി കഥയെല്ലാം മേടിച്ചു കൊടുത്തു. പൈസ ഉണ്ടായിരുന്ന കയ്യിൽ? ഇല്ല, ഞാൻ കടം മേടിച്ചു കൊടുത്തു. ചേച്ചി എന്നാ ചേച്ചിക്ക് ജോലി? ഞാൻ കൂലിപ്പണിക്ക് പോകണ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പറ്റിയാൽ ഞാൻ രാവിലെ തന്നെ വന്ന് ഞാനും പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നോക്കൂ കേട്ടോ. ഇതാണ് ആള്. ഇത് കണ്ടോ, കുട്ടായി എന്ന് പറയും. കുട്ടായി പുള്ളി ഫ്രീ ആയിട്ട് വന്ന മേസ്ത്രിപ്പണി എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് പേരുടെ ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ട്. കുട്ടായി കുഴപ്പമില്ല, നമുക്ക് തീർക്കാൻ പാടില്ലേ, സെറ്റ് ചെയ്യാൻ പാടില്ലേ, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് പിടിച്ചേ കുട്ടായി.
അപ്പോൾ കുട്ടായി ഇത് ഫ്രീ ആയിട്ട് അതിൻ്റെ മേസ്ത്രിപ്പണി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ പ്ലംബിങ്ങിനും വയറിങ്ങിനൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതിനെല്ലാം കൂടെ ചെയ്ത് നമുക്ക് ഈ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഈ കുഞ്ഞു വീടാന്നേ അതൊന്ന് ചെയ്ത് ഒരാഗ്രഹം നടത്തി കൊടുക്കാമെന്ന് നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ടാണ്. എല്ലാവരും സഹകരിക്കണം കേട്ടോ. ശരിയല്ലേ? ശരിയാണ്. ആൾക്കാർ സഹായിക്കണേ. എന്നാൽ ഓക്കെ എന്നാൽ.